Hi everyone, welcome to channel Sasta Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലുള്ള 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കുറച്ച് കിസ്മിസും ചൂടാക്കി എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1 കപ്പ് വെർമിസെല്ലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലി ആണെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഞാൻ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതിൻ്റെ ഇതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യുക. പാൽ തിളപ്പിക്കുന്ന നേരത്ത് പാലിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പം പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്ന് ഇടയ്ക്കിടയ്ക്ക്. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇനി എടുത്തിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് നല്ലോണം കുക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ട് 1/2 ലിറ്റർ പാൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കുറുകിയിരിക്കത്തില്ല, നല്ലോണം പായസം കിട്ടും. തിളപ്പിച്ച പാലാണ് ഒഴിച്ചത്. നിങ്ങൾക്കറിയാം കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കുറുകി വരും. അപ്പോൾ എക്സ്ട്രാ പാൽ ഒഴിച്ചതുകൊണ്ട് ഇങ്ങനെ കുറുകിയിരിക്കത്തെ നല്ലോണം പായസം ഇരിക്കും. ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഗ്യാസ് ഓഫ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനലിൽ മറ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. താങ്ക് യു.